ഹായ്. കഴിഞ്ഞ ദിവസം നമ്മൾ ആക്റ്റീവ് ഇൻവെസ്റ്റിങ്ങിനെ പറ്റി ഒരു വീഡിയോ ചെയ്തിരുന്നു. ആക്റ്റീവ് ഇൻവെസ്റ്റിങ്ങിന്റെ കോർ എന്ന് പറയുന്നത് തന്നെ ബിസിനസിനെ ട്രാക്ക് ചെയ്യുക എന്നുള്ള കാര്യമാണ്. അത് ആ വീഡിയോയിൽ നമ്മൾ സംസാരിച്ചിരുന്നു. ഒരു ബിസിനസിനെ ട്രാക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളാണ് മെയിനായിട്ട് ഞാൻ ചെയ്യുന്നതെന്നാണ് ഈ വീഡിയോയിൽ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഒരു കമ്പനിയെ ട്രാക്ക് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഞാൻ ആ കമ്പനിയെ പറ്റി ബേസിക് ആയിട്ട് പഠിച്ചിട്ടുണ്ടാവും. അവർ എന്തൊക്കെ കാര്യങ്ങളാണ് ബിസിനസ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളും അങ്ങനെ ഫണ്ടമെന്റലി ആ കമ്പനിയെ പറ്റിയിട്ടുള്ള നോളജ് ഓൾറെഡി ഒരു സൈഡിൽ ഉണ്ടാക്കിയിട്ടുണ്ടാകും. അതിനുശേഷം നമ്മൾ ഇതിനെ ട്രാക്ക് ചെയ്യുമ്പോൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഒന്നാമത് ചെയ്യുന്നത് ഇവരുടെ ക്വാർട്ടർലി റിസൾട്ടുകൾ. മിക്കവാറും കമ്പനികളെല്ലാം ക്വാർട്ടർലി റിസൾട്ടുകൾ അപ്ഡേറ്റ് ചെയ്യുന്ന കമ്പനികളായിരിക്കും. വളരെ കുറച്ച് കമ്പനികൾ മാത്രമാണ് ഹാഫ് ഇയർലി റിസൾട്ടുകൾ അപ്ഡേറ്റ് ചെയ്യുന്നത്. ആ കമ്പനികൾ വെച്ച് ബാക്കിയുള്ള കമ്പനികളുടെ എല്ലാം കൃത്യമായിട്ട് ക്വാർട്ടർലി റിസൾട്ട് വരുമ്പോൾ ആ റിസൾട്ട് ചെക്ക് ചെയ്യും. അത് ഡയറക്റ്റ് ആയിട്ട് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന ഡേറ്റ തന്നെയാണ് ചെക്ക് ചെയ്യാറ്. NSE-ക്കോ അല്ലെങ്കിൽ BSE-ക്കോ കമ്പനികൾ അവരുടെ റിസൾട്ടുകൾ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. സോ അവിടെ നമുക്ക് P&L അതേപോലെ ബാലൻസ് ഷീറ്റ്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ഈ 3 കാര്യങ്ങളും കൃത്യമായിട്ട് ഫോളോ ചെയ്യാറുണ്ട്. കൃത്യം റിസൾട്ട് വരുന്ന ദിവസം തന്നെ ആ റിസൾട്ടിനെ ഫോളോ ചെയ്യുകയും അതിന്റെ അപ്ഡേറ്റുകൾ നോക്കുകയും ചെയ്യാറുണ്ട്. പിന്നെ ഓൾറെഡി നമ്മൾ ആ കമ്പനിയെ ട്രാക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ ആ കമ്പനികളുടെ പാസ്റ്റ് പെർഫോമൻസും അവരുടെ എക്സ്പെക്ടേഷൻ എന്താണെന്നുള്ളോ അല്ലെങ്കിൽ നമ്മൾ എന്താണ് എക്സ്പെക്ട് ചെയ്തിട്ടാണ് ഗൈഡ് ചെയ്യുന്നത് എന്നുള്ള